നമുക്ക് ഒരു സമയം രണ്ട് പേരെ സ്നേഹിക്കാം. പക്ഷേ ഒരിക്കലും ഒരേ തീവ്രതയിൽ സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഏറ്റവും മികച്ചത് കണ്ടെത്തുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബലഹീനതയാണ്. അനുഭവങ്ങൾക്കായി പണം ചിലവഴിക്കുന്ന ആളുകൾ വസ്തുക്കൾക്ക് പണം ചിലവഴിക്കുന്നവരെ കൂടുതൽ സന്തുഷ്ടരായി കാണപ്പെടുന്നു. വാർത്തകളുണ്ട്, വീക്ഷണങ്ങൾ, അത് വളരെ ചെറിയൊരു ഭൂതകാലമാണ്. നമ്മളിൽ തന്നെ താല്പര്യമില്ലെങ്കിൽ ജീവിതം തന്നെ വളരെ താല്പര്യമില്ലാതായി തീരും. അത് നമുക്കാർക്കും സഹിക്കാൻ കഴിയില്ല. വെളുത്ത നിറം, ശുദ്ധി, നിഷ്കളങ്കത, പുതിയ തുടക്കം എന്നിവയുടെ ആശയം നൽകുന്നു. നിങ്ങൾ വിരസമായ ഒരു വ്യക്തിയുടെ മടുപ്പിക്കുന്ന സംഭാഷണം കേട്ടാൽ അതിനെ ചിന്തിച്ച് രസകരമാക്കാൻ ശ്രമിക്കുന്നു. എത്ര കുറച്ച് നമ്മൾ സംസാരിക്കുന്നു, അത്രയും കൂടുതൽ മൂല്യം നമ്മുടെ വാക്കുകൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ സ്വപ്നം കാണാറില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കെന്തോ വ്യക്തിവൈകല്യം ഉണ്ട് എന്നാണ്. സ്വയം സംസാരിക്കുന്ന ആളുകൾ പൊതുവെ കൂടുതൽ ബുദ്ധിശക്തിയുള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ചില ആളുകൾക്ക് റോസാപ്പൂത്തോട്ടം മുഴുവനും കൊടുത്താൽ തന്നെ അവർക്കതിൻ്റെ മുള്ളുകൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ചില ആളുകൾക്ക് കളകൾ മാത്രമുള്ള വഴി നൽകിയാലും അതിലെ കാട്ടുപൂക്കൾ കണ്ട് അവർ ആനന്ദിക്കും. കാഴ്ചപ്പാടാണ് കൃതജ്ഞതയുടെ പ്രധാന ഘടകം. കൃതജ്ഞതയാണ് സന്തോഷത്തിലേക്കുള്ള പ്രധാന മാർഗം. നമ്മൾക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അതിനെ എങ്ങനെ തിരുത്താമെന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. മറ്റുള്ളവർക്ക് നിങ്ങളെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ഒരു സ്ത്രീ ബന്ധം അവസാനിപ്പിക്കാനും നിങ്ങളെ വിട്ടു പോകാനും തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, അവരുടെ സംസാരത്തിൻ്റെ ശൈലി മാറ്റം. പിന്നെ നിങ്ങളെ കേൾക്കാനുള്ള ക്ഷമ കാണിക്കാതിരിക്കുക. നമ്മളെ ശരീരത്തിലെ ഓരോ കോശങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിനോട് പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മോശം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നു, നമ്മൾ ആരോഗ്യം കുറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. നമ്മുടെ അടുത്ത സ്നേഹിതൻ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആൾ എന്നല്ല. കുറച്ചു നേരമാണെങ്കിലും സമയം ചിലവഴിക്കുമ്പോൾ ആ സമയം ആനന്ദകരമാക്കി തരുന്ന വ്യക്തിയാണ് യഥാർത്ഥ സ്നേഹിതൻ. മൗനമായി നിൽക്കുന്നതിനർത്ഥം നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നല്ല. നിങ്ങളുടെ ആശയങ്ങൾക്ക് അവർ ചെവി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സന്ദേശം വന്നാൽ നിങ്ങൾക്ക് അനുഭൂതിയുണ്ടാവും. മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന കള്ളത്തെ ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് പക്വത എന്ന് പറയുന്നത്. വസ്ത്രം ധരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല വസ്ത്രധാരണം സുസ്ഥിരമായ സന്തോഷത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും സഹായിക്കുന്നു. വിഷാദ രോഗസാധ്യതയെ കുറയ്ക്കുന്നു.